ഈ വർഷം എല്ലാവരും തുളിപ്പിൻ്റെ ഗാർഡനൊക്കെ പോയി കാണാൻ പോയോന്നേ. ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് റീൽസൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ UK അങ്ങനെ ഒരു ചാൻസ് ആരും തന്നെ മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുള്ള, നമ്മുടെ നാട്ടിലൊന്നും അത്ര അവൈലബിൾ അല്ലാത്ത ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു പൂവ് ഇനമാണ് ഈ തുളിപ്പ് അല്ലേ. പല കളറാണ് കേട്ടോ. നമ്മൾ നോർമലി വെള്ള, ചുമല, മഞ്ഞ അങ്ങനെയൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ നഴ്സറീസിൽ ഇതിനെ ഹൈബ്രിഡ് ആക്കിയിട്ട് പല കളറിലുള്ളത് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫാമുകളിലോട്ട് പോയാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തുളിപ്പിൻ്റെ ഫ്ലവർ ഷോ നടക്കുന്നിടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പൂവിനങ്ങൾ കാണാൻ പറ്റുമേ. ഞാൻ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള റെഡ്, പിന്നെ വെള്ള, പിന്നെ യെല്ലോ, ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ഓറഞ്ചിഷ് കളർ അത്രയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര വെറൈറ്റി മിക്സായിട്ട് നമുക്ക് ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും എഡിറ്റിംഗ് ആണ്. ചില വീഡിയോസ് കണ്ടാൽ എഡിറ്റിംഗ് ആണെന്ന് തോന്നും. ചിലത് കണ്ടാൽ പ്ലാസ്റ്റിക്കിൻ്റെ പൂ നാട്ടി വെച്ചതാണെന്ന് തോന്നും. പക്ഷേ ഇതല്ല കേട്ടോ, ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ്. പക്ഷേ അവരതെല്ലാം കൂടെ എന്താ പറയുക, ഉണ്ടാക്കിയെടുത്തതാണ്, നാച്ചുറലായിട്ട് ആക്കിയതല്ല. അങ്ങനെ എന്താ പറയുക, പൂമ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല. എനിക്ക് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അറിയത്തില്ല. സോ അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട്. അതിങ്ങനെ ഏക്കർ കണക്കിനോളം നിരന്ന് കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അവിടെ പോയിന്ന് ഫോട്ടോ എടുക്കാനും അതിൻ്റെ വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ എവിടെ ചെന്നാലും എന്താ പറയുക, ഒരു വിത്ത് പറിച്ചെടുത്തങ്ങ് ബാഗിലിട്ടേക്കാം, അല്ലെങ്കിൽ ഒരു പൂ പറിച്ചേക്കാം എന്നുള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. അത് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയയാണ്. സെക്യൂരിറ്റീസ് ഉണ്ട്, ക്യാമറാസ് ഉണ്ട് ചുറ്റിനും. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ ചെല്ലുന്ന എല്ലാവരും ഓരോന്ന് പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചത്തേനേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ പുറകെ വരുന്ന ആൾക്കാർക്ക് കാണാൻ പോലും ഒന്നും ഉണ്ടാവുകയില്ല അല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ടാസ്വദിക്കാനുള്ളതാണ്. സ്പർശനേ പാപം ദർശനേ പുണ്യം എന്ന് കേട്ടിട്ടില്ലേ. അപ്പം നമുക്ക് മുന്നേ പോയ ആൾക്കാർ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെല്ലുമ്പോഴും ഇതിങ്ങനെ നിൽക്കുന്നത്. ഈ തുളിപ്പിൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസങ്ങളോളം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഏതാനും വീക്സ്, എനിക്കൊന്ന് 2.5 വീക്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വിടർന്ന് വരുന്നതിന് മുമ്പാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അത് മൊത്തത്തിലങ്ങ് വിടർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഷേപ്പും ഇതെല്ലാം പോകും. അപ്പോഴത്തേനും ഷോ അവസാനിക്കും. അപ്പം മാക്സിമം ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ വർഷത്തെ എന്തായാലും സമയം കഴിഞ്ഞു. പിന്നെ ഇത് മാർക്കറ്റിംഗ് ആയിട്ട് ഇവരുണ്ടല്ലോ, ഇത് വെട്ടി ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലിമിറ്റഡ് സമയത്ത് ഇതെല്ലാം കാണാൻ കഴിയത്തുള്ളൂ. അപ്പം കിട്ടുന്നൊരവസരം നമ്മൾ പാഴാക്കാതെ പോയി കാണുകയാണെങ്കിൽ എന്താ പറയുക, അതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് നല്ല ഓർമ്മയായിട്ട് നിൽക്കുവേ. പിന്നെ ഈ വർഷം കാണാൻ സാധിക്കാത്തവർക്ക് അടുത്ത വർഷം പോയി കാണുക. പക്ഷേ എന്നും ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഇതുപോലത്തെ ഫ്ലവർ ഷോയും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിരിക്കുക എന്നുള്ളത്
എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി, ഒരു വരദാനം എന്നൊക്കെ പറയില്ലേ. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള നേച്ചർ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവർ, ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇവിടെ കോഫി ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ട്. സോ അങ്ങനെ ടയേർഡ് ആവത്തൊന്നുമില്ല. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും പിന്നെ എന്താ പറയുക, ഒരു ഡേ നമുക്ക് ഫുള്ളായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. രാവിലെ ഒരു 9 o'clock കയറി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 12 o'clock 1 o'clock വരെ നമുക്കിത് നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. പൂവൊന്നും പ്ലക്ക് ചെയ്യാൻ പോകാതെ മര്യാദയ്ക്ക് അതിനെ കണ്ടാസ്വദിച്ച് പോവുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ, ഇപ്രാവശ്യം മിസ്സായി പോയൊരു പോട്ടെ, സാരമില്ല, വിഷമിക്കണ്ട, നെക്സ്റ്റ് ടൈം ഒന്ന് പോയി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇതൊക്കെ കണ്ട് നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇതിൻ്റെയൊക്കെ ആയുസ് തീർന്നു എന്നാണ്. അതൊക്കെ ഉടനെ കൊഴിഞ്ഞു പോകും. അതിങ്ങനെ കൂമ്പി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഈ റെഡ് ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയല്ലേ.